മന്ത്രിമുഖ്യരെ, സദസ്യരെ, എല്ലാവരും ദർബാറിലെ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. എവിടെ നമ്മുടെ ഖജാൻജി? ആജ്ഞ പോലെ മഹാരാജൻ. ഖജാൻജി, താങ്കൾക്ക് ഓർമ്മയില്ലേ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്യാസി എനിക്ക് ഉപഹാരങ്ങളുമായി ഇവിടെ എത്തിയത്? ഞാൻ അദ്ദേഹത്തെ താങ്കളുടെ പക്കലേക്ക് അയച്ചിരുന്നു. എന്താ, താങ്കൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നില്ലേ? തീർച്ചയായും മഹാരാജൻ, നല്ലതുപോലെ ഓർമ്മയുണ്ട്. ആ സന്യാസി എനിക്ക് നിത്യവും ഉപഹാരം നൽകാമെന്നെ അറിയിച്ചത് എനിക്ക് വളരെ വിഷമമായിരുന്നു. ആ ദിവസം മുതൽ എന്നും ആ സന്യാസി ഇവിടെ വന്ന് ഫലങ്ങൾ തരുന്നുണ്ട് മഹാരാജൻ. തീർച്ചയായും നിത്യവും അദ്ദേഹം നൽകി വരുന്ന ആ വിശിഷ്ടമായ ഫലങ്ങൾ ഞാൻ സ്വീകരിച്ചതിന് ശേഷം താങ്കൾക്ക് തരികയാണല്ലോ പതിവ്. അതെ മഹാരാജൻ. എങ്കിൽ പറയൂ, 10 വർഷമായി അദ്ദേഹം നിത്യവും കൊണ്ടു തന്നിരുന്ന ഫലങ്ങൾ, ആ ഫലങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം തരുന്ന പഴങ്ങൾ കൂട്ടിവെച്ചത് 1000കണക്കിനുണ്ട് മഹാരാജൻ. പക്ഷേ ഇപ്പോൾ ആ പഴങ്ങളുടെ സ്ഥാനത്ത് മിന്നിത്തിളങ്ങുന്ന രത്നങ്ങളും പവിഴങ്ങളുമാണുള്ളത്. അത് നമ്മുടെ ഖജനാവിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ കേവലം പഴങ്ങളാണല്ലോ സ്വീകരിക്കുന്നത്. ആ പഴങ്ങൾ എങ്ങനെ രത്നങ്ങളാവുന്നു എന്ന രഹസ്യം നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയണം. പറയുക, എങ്ങനെയാണത് സംഭവിക്കുന്നത്? മഹാരാജാവ് വിജയിക്കട്ടെ. വന്നാലും മഹാത്മൻ, താങ്കൾ കഴിഞ്ഞ 10 വർഷമായി അമൂല്യമായ ഫലങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ദയവായി പറയുക. തീർച്ചയായും എനിക്ക് വിശിഷ്ടമായ സിദ്ധികൾ നേടാൻ ഒരു മഹാശക്തിശാലിയുടെ ആവശ്യമുണ്ട്. താങ്കളിൽ നിന്ന് ഞാൻ ആ സഹായം പ്രതീക്ഷിക്കുന്നതിനാലാണ് ഞാൻ താങ്കൾക്ക് ഈ സമ്മാനം നൽകുന്നത്. താങ്കളുടെ സഹായത്താൽ മാത്രമേ എനിക്ക് ആ സിദ്ധി നേടാൻ സാധിക്കൂ. എന്നെ സഹായിക്കില്ലേ? മഹാമുനെ, താങ്കളെ സഹായിക്കുന്നത് എന്റെ ഭാഗ്യമാണ്. ഞാൻ താങ്കളെ സഹായിക്കാൻ സന്നദ്ധനുമാണ്. പറയൂ, എന്ത് സഹായമാണ് വേണ്ടത്? മഹാരാജൻ, ഇന്നു മുതൽ 7ാമത്തെ ദിവസം അമാവാസിയാണ്. ഞാൻ ആ ദിവസം താങ്കളെ പ്രതീക്ഷിച്ചിരിക്കും. അന്ന് രാത്രി ശ്മശാനത്തിലെ വലിയ ആൽമര ചുവട്ടിലാണ് ഞാൻ ഉണ്ടാവുക. ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാൻ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും മഹാമുനെ, നാം തീർച്ചയായും അങ്ങ് പറഞ്ഞിടത്തേക്ക് വരുന്നതാണ്. അടുത്ത അമാവാസി ദിനത്തിൽ കൊട്ടാരത്തിലെ എല്ലാവരും ഉറക്കമായപ്പോൾ മഹാരാജ വിക്രമാദിത്യൻ സന്യാസിയെ കാണുവാൻ വേണ്ടി ഇറങ്ങി. നീളമുള്ള കുപ്പായവും നെറ്റിത്തടത്തിൽ ചന്ദനക്കുറിയും അണിഞ്ഞ് കയ്യിൽ മൂർച്ചയുള്ള വാളുമേന്തി വിക്രമാദിത്യൻ ശ്മശാനത്തിലെത്തി. ചുറ്റുപാടും ചിതകൾ എരിയുന്നുണ്ടായിരുന്നു. പലതരത്തിലുമുള്ള ശബ്ദങ്ങളും മുരൾച്ചകളും അവിടെ ആകെ മുഴങ്ങി നിന്നു. ഭീകരമായ അന്തരീക്ഷത്തിൽ വിക്രമാദിത്യൻ ധൈര്യസമേതം മുന്നോട്ട് നടന്നു. മഹാമുനെ, നാം എത്തിയിരിക്കുന്നു. ധൈര്യശാലികളും പരാക്രമികളും അവരുടെ വാക്ക് നിറവേറ്റുമെന്ന് എനിക്കറിയാം. താങ്കൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മഹാരാജൻ. പറയൂ മഹാത്മൻ, നാം എന്താണ് ചെയ്യേണ്ടത്? രാജൻ, താങ്കൾ ഇവിടെ നിന്നും ദക്ഷിണഭാഗം ലക്ഷ്യമാക്കി നടക്കുക. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ താങ്കൾ ഒരു വിശാലമായ ആൽമര ചുവട്ടിലെത്തും. ആ മരത്തിന്റെ ഒരു ശാഖയിൽ ഒരു ശവം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. താങ്കൾ ആ ശവം ആൽമരത്തിൽ നിന്നും എടുത്ത് ഇവിടെ കൊണ്ടുവരേണ്ടതാണ്. മന്ത്രശക്തി നേടിയെടുക്കുന്നതിന് എനിക്ക് ആ ശവം വളരെ അത്യാവശ്യമാണ് മഹാരാജൻ. അങ്ങനെ ആവട്ടെ മഹാത്മൻ. നാല് പാടും ചിതകൾ എരിഞ്ഞുകൊണ്ടേയിരുന്നു. ഹോ, ചിതയിലിരുന്ന മാംസത്തിന്റെ ദുർഗന്ധം! അതാ ആൽമരം. ഈ ആൽമരത്തിന്റെ കൊമ്പിൽ ഒരു ശവം ഒരാൾ തോളിൽ തൂക്കിയെടുത്തിരിക്കുന്ന കുട്ടിയെപ്പോലെ തൂങ്ങിക്കിടക്കുന്നു. ഈ ശവം എടുത്താണ് സന്യാസിയുടെ അടുത്തേക്ക് പോകേണ്ടത്. വേഗം സന്യാസിയുടെ അടുത്ത് എത്തണം. എനിക്ക് എത്രയും വേഗം ആ മന്ത്രശക്തി നേടിയെടുക്കണം. വേഗം പോകാം. മഹാരാജാവേ, പേടിയാവുന്നുണ്ടോ? മിണ്ടാതെ എന്റെ ചുമലിൽ കിടക്കൂ, അതാണ് നല്ലത്. നോക്കൂ മഹാരാജാവേ, 1 മണിക്കൂർ നടക്കേണ്ടേ സന്യാസിയുടെ അടുത്തെത്താൻ? സമയം പോവാൻ ഞാൻ താങ്കൾക്കൊരു കഥ പറഞ്ഞു തരാം. കഥ പറയുന്നതിനിടയിൽ താങ്കൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ വീണ്ടും ആ ആൽമരത്തിൽ പോയി കിടക്കും. എന്താ, മനസ്സിലായോ? ശരി, തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ.